പാലക്കാട്ട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP തടഞ്ഞതിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കോൺഗ്രസ്. പാലക്കാട് ഡിവൈഎസ്പിക്ക് കോൺഗ്രസ് പരാതി നൽകി. സ്ഥാനാർത്ഥിയെ തടഞ്ഞതിന് ജനം വോട്ടിലൂടെ മറുപടി നൽകുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. BJPയെ പോലെ CPM-ഉം ജനാധിപത്യ വിരുദ്ധമായ സ്ഥാനാർത്ഥികളെ തടയുന്നുവെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. അതേസമയം രമേശ് പിഷാരടിയെ തടഞ്ഞതിനെ മുഖ്യമന്ത്രി അപലപിച്ചു. BJP വേരുറപ്പിക്കുന്നത് നാടിനാപത്തെന്നും ആക്രമണം BJPയുടെ രീതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതെല്ലാം കൃത്യമായിട്ടും ഏപ്രിൽ മാസം 9-ാം തീയതി പാലക്കാട്ടെ ജനങ്ങൾ വളരെ ഉത്ബുദ്ധരായ ജനങ്ങളാണ്. അവർ 9-ാം തീയതി പ്രതികരിക്കും. അത് നമുക്ക് കാണാം. ഇദ്ദേഹത്തെ ജനാധിപത്യത്തിൽ സ്ഥാനാർത്ഥികളെ വോട്ട് ചോദിക്കാൻ തടയാൻ ആർക്കും അവകാശമില്ല. തെരഞ്ഞെടുപ്പ് ചട്ടമനുസരിച്ച് അത് അങ്ങേയറ്റത്തെ കുറ്റകരമായ കാര്യമാണ്. ഇപ്പം സന്ദീപ് വാര്യരെ ഇതുപോലെ പ്രചരണ വാഹനം തടഞ്ഞു. ഇപ്പം CPM-ന്റെ അഭിപ്രായം പറഞ്ഞു, താങ്കൾ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പാർട്ടി കണ്ണൂരിൽ ചെയ്യുന്ന എന്താണ്? ഒരു പോസ്റ്ററും വെക്കാൻ വിടുന്നില്ല. തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന്റെ അവസരം പോലും കൊടുക്കാതിരിക്കാൻ എല്ലാ അക്രമ മാർഗങ്ങളും ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്ക് ഇത് പറയാൻ എന്താ അവകാശമുള്ളത്? ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മറ്റൊരു സ്ഥാനാർത്ഥി പ്രചരണം നടത്താൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? തടയാൻ പാടുണ്ടോ? ആ പിഷാരടിയെ തടഞ്ഞില്ലേ? ആക്രമിക്കാൻ ശ്രമിച്ചില്ലേ? ആക്രമണം BJPയുടെ സ്വതവേയുള്ള നേരാണല്ലോ. BJP മറ്റുള്ളിടത്ത് കാണിക്കുന്നതിന്റെ ഒരു സാമ്പിൾ ഇപ്പോ പാലക്കാട് കാണിച്ചിരിക്കുന്നു. അതാണ് നാം കാണേണ്ടത്. ഇക്ബാൽ അർക്കിലുണ്ട് വിശദാംശങ്ങൾ നൽകാം. ഇക്ബാൽ, ഒരു സ്ഥാനാർത്ഥി വോട്ട് തേടിയെത്തുമ്പോൾ അതിൽ തടയാൻ എന്താണ് അവകാശം എന്നുള്ളത് തന്നെയാണ്. എന്തിനാണ് തടയുന്നത് എന്ന ചോദ്യം തന്നെയാണ് ഉയരേണ്ടത്. ഇതിലിപ്പോൾ പാലക്കാട് ഡിവൈഎസ്പിക്ക് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ എന്തൊക്കെയാണ് ഉന്നയിക്കുന്നത്? ശ്രുതി, ഇന്നലെയാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രമേശ് പിഷാരടിയെ പാലക്കാട് വടക്കന്തര മേഖലയിൽ വോട്ട് ചോദിച്ച് എത്തിയപ്പോൾ BJP പാലക്കാട് മുനിസിപ്പാലിറ്റി കൗൺസിലറായിട്ടുള്ള സിന്ധു രാജിന്റെ നേതൃത്വത്തിൽ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ പിഷാരടിയെ വോട്ട് ചോദിക്കാൻ വേണ്ടി തങ്ങളുടെ നാട്ടിൽ ഇറക്കില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു സിന്ധു രാജിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ രമേശ് പിഷാരടിയെ തടഞ്ഞത്. ആ വിഷയത്തിൽ ഇപ്പോൾ ഇതാ UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പാലക്കാട് DVSPക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. സിന്ധു രാജിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി എന്നുള്ള പരാതിയാണ് ഇപ്പോൾ UDF നേതാക്കൾ നൽകിയിരിക്കുന്നത്. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള CV സതീഷാണ് DVSPക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇന്നലെ മുതൽ തന്നെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വന്നിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ രമേശ് പിഷാരടിയെ ഇത്തരത്തിൽ BJP പ്രവർത്തകർ തടഞ്ഞതിനെ അപലപിച്ചിരുന്നു. BJPയുടെ രീതിയാണിത്. BJP വേരുറപ്പിക്കുന്നത് നാടിന് ആപത്താണ്. എല്ലാവർക്കും പ്രചരണം നടത്താൻ അവകാശമുണ്ടെന്നും ജനാധിപത്യ മര്യാദ പുലർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്താൻ യാതൊരു രീതിയിലുള്ള അർഹതയും ഇല്ല, BJP വിമർശിക്കാൻ അർഹതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ AC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ പറയുന്നത്. കാരണം കണ്ണൂരിൽ വ്യാപകമായി UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണം തടയുന്നത് CPM ആണ്. സന്ദീപ് വാര്യരുടെ പ്രചരണ വാഹനം ഉൾപ്പെടെ തടയുന്നു. കണ്ണൂരിൽ ഒരു പോസ്റ്റർ പോലും സ്ഥാപിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് LDF പ്രവർത്തകർ മാറിയിട്ടുണ്ട്. UDFന്റെ എല്ലാ പ്രചരണ പരിപാടികളും തടയുന്ന രീതിയിലേക്ക് അവിടെ പെരുമാറുന്നു. ഇക്ബാൽ അർക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്.